ഹലോ. പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർക്ക് ഓൺലൈൻ വഴി സെയിൽ വർദ്ധിപ്പിക്കാനുള്ള വേറൊരു ടെക്നിക്കാണ്. ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നമ്മുടെ ഒരു സൈക്കോളജിയുടെ ഭാഗമാണ്. വേഗത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിലെ പരീക്ഷണങ്ങൾ വേഗത്തിൽ നടത്തുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടുന്നതിനേക്കാളും വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷേ പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വൈകിപ്പിച്ച് മാസങ്ങളെടുത്ത് ഒരുപാട് ചിന്തിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് ആ ഐഡിയ തന്നെ അവരുടെ തലേന്ന് ഡ്രോപ്പായി പോകും, പിന്നീടാവാം, അല്ലെങ്കിൽ മറന്ന് തന്നെ പോയേക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പുണ്ട്, ഓൺലൈനിലായിട്ട് ഇറങ്ങണമെന്ന് കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷേ നിങ്ങൾ യാതൊരുവിധ ആക്ഷനും അതിനെടുക്കുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ പെർഫ്യൂം ഷോപ്പുള്ളവർ ഓൺലൈനിൽ നല്ല രീതിയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരെപ്പറ്റി നിങ്ങൾ പരസ്പരം മറ്റു ഷോപ്പുള്ളവരോട് സംസാരിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ഇന്നവരെ ആക്ഷൻ എടുത്തിട്ടില്ല. പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, പെട്ടെന്ന് പുതിയ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആ സ്മോൾ ബിസിനസ് വളർത്താനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കുറച്ച് റിസ്ക് എടുക്കാൻ മൈൻഡുള്ളവർക്ക് ഇത് സാധിക്കും. നമ്മൾ ഒരുപാട് ടെക്നിക്കൽ വശങ്ങൾ ചർച്ച ചെയ്യുന്നതിലുപരി ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കാര്യം വേഗത്തിൽ ആക്ഷൻ എടുക്കുക, അത് സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറേ കാലമായി, ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായിരിക്കും ഈ ആഗ്രഹം മനസ്സിൽ വന്നിട്ട്, പക്ഷേ ഇന്നവരെ നിങ്ങളതിൻ്റെ ആക്ഷൻ എടുത്തിട്ടില്ല. ആ വാക്കിംഗ് കസ്റ്റമേഴ്സിനെ, ഷോപ്പിൽ വരുന്ന വാക്കിംഗ് കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്മോൾ ബിസിനസ് നമുക്ക് വളർത്തണമെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്കത് സാധ്യമാകുന്നത്. ഒന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട്, നിലവിൽ നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ആ വാക്കിംഗ് കസ്റ്റമറെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കുക. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ, 10 ml ഒരു ഏതെങ്കിലും ഒരു മോഡൽ പെർഫ്യൂം പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളെ കൊണ്ട് വേറെ ഏതെങ്കിലും കൂടി 10 ml എടുപ്പിക്കുക. അതാണ് കൂടുതൽ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ കൂട്ടാമെന്ന് നമ്മൾ ടെക്നിക്കലി പറയും. ഒരെണ്ണം എടുക്കാൻ വരുന്നവരെ കൊണ്ട് 2 എടുപ്പിക്കാമെന്ന് മലയാളത്തിൽ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന അതാണ്. പക്ഷേ ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ്, കസ്റ്റമറെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ സ്മോൾ ബിസിനസ് വളർത്താനുള്ള ഓപ്ഷനാണ് കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഇന്ന് വരെ നിങ്ങളുടെ വാക്കിംഗ് കസ്റ്റമർ ആവട്ടെ, ഓൺലൈൻ കസ്റ്റമർ ആവട്ടെ, ആകാത്ത പുതിയ ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഇവിടെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ പരിസരത്തിന് പുറമെ ഇനി ഈവൻ നിങ്ങളുടെ ആ പരിസരത്ത് പോലും അങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതുകൂടാതെ ഓൺലൈൻ വഴി നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്ത് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് പല ബിസിനസ്സുകളും നല്ല രീതിയിൽ ത്രൈവ് ചെയ്യുന്നത് അവരുടെ ആ ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, ഓൺലൈൻ കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. പലരും ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോപ്പ് ഇടുന്നവരുണ്ട്. ഷോപ്പിനെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് ലൊക്കേഷനായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരുടെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോയാണ്. കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. രണ്ട് രീതിയിലാണ്. ഒന്ന്, വന്ന കസ്റ്റമറെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കുക, കൂടുതൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം പുതിയ മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് ന്യൂ ഫ്രഷ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. അതിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ, വേഗത്തിൽ, ലാഭകരമായിട്ട് ശ്രദ്ധിക്കുക, എളുപ്പത്തിൽ, വേഗത്തിൽ, ലാഭകരമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെയാണ്. ബാക്കിയെല്ലാം ഇത്രയും എളുപ്പമല്ല, കുറേയൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ലോ കോസ്റ്റിൽ, ചില സമയത്ത് 0 കോസ്റ്റിൽ വരെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് വേഗത്തിൽ ആക്ഷൻ എടുക്കുന്നവരും, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വൈകിപ്പിച്ച് പോകുന്ന, ഇങ്ങനെ കാര്യങ്ങൾ നീട്ടി വെക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു വിഭാഗം വരുത്തുന്ന പെർഫ്യൂം അത്തർ ഷോപ്പ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, വേറെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബിസിനസ്സിനെ വളർത്താനായിട്ട് നേരിട്ട് ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസിലൊന്നും അവർ സമയവും ചിലവഴിക്കില്ല, അവരുടെ പണവും ചിലവഴിക്കില്ല, അധ്വാനം ഒന്നും ചിലവഴിക്കില്ല.
യാതൊരു ഉപകാരമില്ലാത്ത സംഗതികളിലേക്കായിരിക്കും അവർ ഈ ടൈമും മണിയും എഫേർട്ടും സ്പെൻഡ് ചെയ്യണത്. ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ലോഗോയുടെ കളറ് ചേഞ്ച് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുക, അങ്ങനെ കുറേ സംഗതികൾ, യാതൊരു ഉപകാരമില്ലാത്ത റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാത്ത രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുക. അങ്ങനത്തെ പല ചുമ്മാ കാശിറക്കുക, 4 ആൾ അറിയട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ യാതൊരുവിധ സെയിലും ആ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യത്തിൽ ടൈമും മണി എഫേർട്ടും സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്ന, ഇൻകം പ്രൊഡ്യൂസിങ് ആണോ ആ ആക്ടിവിറ്റി എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പം ഞാൻ ഇന്ന ഒരു കാര്യം പഠിക്കാൻ തീരുമാനിക്കുന്നു, ഇന്നൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, അത് എൻ്റെ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്നതാണോ? ഇൻഡയറക്റ്റ്ലി കിട്ടിയിട്ട് കാര്യമില്ല, നേരിട്ട് ഇൻകം കൊണ്ടുവരണം. അത്തരം ആക്ടിവിറ്റീസിലാണ് ഒരു സ്മോൾ ബിസിനസ് ഓണർ ടൈം ഇതും സ്പെൻഡ് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുക, കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുക, കസ്റ്റമേഴ്സിന് ഓഫർ ക്രിയേറ്റ് ചെയ്ത് ഓഫർ കൊടുക്കുക, ഇതെല്ലാം ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസാണ്. ഇതിലാണ് ശരിക്കും നിങ്ങൾ ടൈമും മണി എഫേർട്ടും സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വേഗത്തിൽ ഇത് ചെയ്യാൻ വേണം. ആക്ഷൻ എപ്പോഴും വേഗത്തിലെടുക്കണം. കാലങ്ങളിങ്ങനെ നീട്ടി വെക്കരുത്. അങ്ങനെ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഐഡിയ അതിൻ്റെ ഒരു ഹോട്ട് സ്റ്റേജിലാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്. അതിങ്ങനെ തലയിൽ കിടന്ന് കാലങ്ങളായിട്ട് ഇങ്ങനെ അതിങ്ങനെ തണുത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഐഡിയ തന്നെ നിങ്ങളുടെ തലയിൽ നിന്ന് ഡ്രോപ്പായി പോകും. ചിലപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ നല്ല രീതിയിൽ ഉയർച്ച കൊണ്ടുവരുന്ന ഒരു കാര്യം ആയിരുന്നിരിക്കാം. പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാതെ പോകും. അപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. എന്താണ് എൻ്റെ ബിസിനസ്സിന് വർക്കൗട്ട് ആകുന്നത്? പല പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ അവർക്ക് റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. മൊത്തത്തിൽ അവരുടെ ഒരു ഹാബിറ്റാണ് പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പരീക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തി വേഗത്തിൽ ആക്ഷൻ എടുത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഓൺലൈനിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുള്ളവർ എത്രയും വേഗത്തിൽ തന്നെ അത് ചെയ്യാനായിട്ട് നോക്കാം. അതിൻ്റെ ഹെൽപ്പുകളും കാര്യങ്ങളും എല്ലാം ഡിജി സെയിൽസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്മോൾ ബിസിനസ് ഓൺലൈനിലൂടെ വളർത്താൻ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.